നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ഗ്യാൻവാപ്പി കേസിൽ നിർണായക വിധിയുമായി വാരണാസി ജില്ലാ കോടതി രംഗത്ത്. മസ്ജിദിൽ സമുച്ചയത്തിനുള്ളിൽ മസ്ജിദിനകത്ത് തന്നെ ഹൈന്ദവർക്ക് പൂജ നടത്താൻ കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. മസ്ജിദിന് താഴെ മുദ്രവച്ച 10 നിലവറകളുടെ മുന്നിൽ പൂജ നടത്താനാണ് അനുമതി നൽകിയിരിക്കുന്നത്. 7 ദിവസത്തിനകം തന്നെ പൂജകൾ ആരംഭിക്കാമെന്നും ഇതിനോടകം തന്നെ നടപടികൾ സ്വീകരിക്കാനും കോടതി അറിയിച്ചിട്ടുണ്ട്. കാശി വിശ്വനാഥ ക്ഷേത്ര ട്രസ്റ്റ് നാമനിർദ്ദേശം ചെയ്യുന്ന പൂജാരിക്കാണ് പൂജ നടത്താനുള്ള അനുമതി. ഹിന്ദു വിഭാഗം അഭിഭാഷകൻ വിഷ്ണു ജെയിനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇവിടെ പൂജ നടത്തണമെന്ന് നേരത്തെ തന്നെ ഹിന്ദു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. ഹൈന്ദവ ദേവതകളുടെ വിഗ്രഹങ്ങൾ ഉണ്ടെന്നും പൂജ നടത്തണമെന്നുമായിരുന്നു ആവശ്യം. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഈ ASI സർവേ റിപ്പോർട്ടിലും ഹിന്ദു വിഭാഗത്തിന് അനുകൂലമായ കണ്ടെത്തലുകളാണ് ഉണ്ടായിരുന്നത്. മസ്ജിദിന് താഴെ ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള തെളിവുകൾ ലഭിച്ചുവെന്നാണ് ഈ ASI റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നാലെയാണ് പൂജകൾ നടത്താനുള്ള അനുമതി ഹിന്ദു വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്നത്. 10 നിലവറകളുടെ മുന്നിൽ പൂജ നടത്താനാണ് അനുമതി. വിധിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതേ ഉള്ളൂ. വിധിക്കെതിരെ മസ്ജിദ് കമ്മിറ്റി മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് സൂചന. ഇന്നും നമസ്കാരം നടന്ന മസ്ജിദാണ് ഗ്യാൻവാപ്പി. ഇവിടെ പൂജ തുടങ്ങിയാൽ വലിയ പ്രശ്നങ്ങൾക്ക് സാധ്യത ഉള്ളതിനാൽ തന്നെ അടിയന്തര നിയമ നടപടികളുമായി മസ്ജിദ് കമ്മിറ്റി രംഗത്തെത്താനാണ് സാധ്യത. ഗ്യാൻവാപ്പി മസ്ജിദിന്റെ സർവേ നടത്താൻ അലഹാബാദ് ഹൈക്കോടതി അനുമതി നൽകിയതിന് പിന്നാലെയാണ് 4 സ്ത്രീകൾ പൂജ നടത്താൻ അനുമതി തേടി വാരണാസി കോടതിയെ സമീപിച്ചത്. ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ജില്ലാ കോടതിയുടെ പുതിയ ഉത്തരവ്. ഗ്യാൻവാപ്പിയിൽ എല്ലാവർക്കും പൂജയ്ക്കുള്ള അവകാശം ഇതോടെ ലഭ്യമാകുകയാണെന്നാണ് ഹിന്ദു വിഭാഗം അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഗ്യാൻവാപ്പി മസ്ജിദ് നിർമ്മിക്കുന്നതിന് മുൻപ് വലിയ ഹിന്ദു ക്ഷേത്രം അവിടെ നിലനിന്നിരുന്നുവെന്നും പുരാവസ്തു വകുപ്പ് കണ്ടെത്തിയിൽ നിന്ന് എല്ലാം തന്നെ വ്യക്തമാകുന്നുവെന്നും കോടതി മനസ്സിലാക്കിയിരുന്നു. മസ്ജിദിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ചുമർ നേരത്തെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ തന്നെ ഭാഗമായാണ്. ഇത് കല്ലുകൊണ്ട് നിർമ്മിച്ച അലങ്കരിച്ചവയുമാണ്. മസ്ജിദിലെ തൂണും മറ്റും നേരത്തെ ഉണ്ടായിരുന്ന കെട്ടിടത്തിലേക്ക് പരിഷ്കരിച്ച് ഉപയോഗിച്ചതാണ്. അതുപോലെ തന്നെ തൂണുകളിലെ കൊത്തുപണികളിൽ മാറ്റം വരുത്താനുള്ള ശ്രമവും പ്രകടമാണ്. നേരത്തെ ഉണ്ടായിരുന്ന മന്ദിരത്തിന് മുകളിൽ ഇപ്പോഴത്തതും നിർമ്മിച്ചതായാണ് കണ്ടെത്തുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന മന്ദിരം 17-ാം നൂറ്റാണ്ടിൽ ഔറംഗസേബിന്റെ കാലത്ത് തകർത്തതാകാം. സമുച്ചയത്തിന്റെ ഭാഗമായ അറകളിലും മറ്റും ശില്പങ്ങളുമുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 34 ശിലാവിഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ദേവനാഗരി അതുപോലെ തന്നെ തെലുങ്ക്, കന്നഡ ഭാഷകളിലെ പൗരാണിക ഹിന്ദു ക്ഷേത്ര ലിഖിതങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ 3 ആരാധനാ മൂർത്തികളുടെ പേരും കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടിൽ ഇപ്രകാരം കണ്ടെത്തലുകൾ ഉണ്ട് എന്നാണ് വിഷ്ണു ശർമ്മ ഈ ഒരു വിധി പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കാം ഇനി മഹൽ കമ്മിറ്റി അടക്കമുള്ളവർ അല്ലെങ്കിൽ മസ്ജിദ് കമ്മിറ്റി അടക്കമുള്ളവർ തീരുമാനിക്കുക എന്ന് കണ്ടറിയാം.